പണി വന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തലയാന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചു. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചോന്ന്. എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോവാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ. അവരെ പറഞ്ഞു വേണ്ട ഞാനാ. എന്താ നീ എന്നോട് പറയാഞ്ഞേ? പുറത്ത് പോടാ. മധു പറഞ്ഞ ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. വിട്ട് പോടാ. ചെല്ലേ. മധു, താഴെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അവന്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലാന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്നു. എടാ കൊലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. മരമാക്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി. നല്ല ക്ഷീണം കാണും. ഇന്ന തിന്നോ. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നത്. 4 ചിക്കൻ പീസ്. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോകും. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവൊന്നും പോരെ? ഹലോ സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറിന് 100 ആയി സാർ. വാ സാർ, ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ, എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ 16 അടിയന്തരം വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ മൈ ബ്യൂട്ടിഫുൾ റോസസ്. യെസ്. ഓക്കെ സർ. ബൈ ബൈ ബൈ. മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. ക്യാൻ ഐ ഡ്രോപ്പ് യു? സാർ ബുദ്ധിമുട്ടുണ്ട, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം സാർ. ഓ ദാറ്റ് റൊമാൻസ്. ഗുഡ് ഗുഡ്. ഓക്കെ സാർ. ബൈ. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി മോളെ. മധു, ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസ്സ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. ലേഡീസ്, നമസ്തേ സാർ. സാർ, എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ അങ്ങനെയാണ്. ഇത് നിന്റെയൊക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് ചെന്ന് പറയടാ അവനോട്. നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ടൈം എത്രയായി? 10:15. കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. വാച്ച്മാൻ, മധുമതി എന്ന പേരുള്ള തേടി റെസ്റ്റോറന്റിനോട് വന്നിരുന്നു. അങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയോ എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ?
മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പം മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സ് അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടാ. എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാന്റെ റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദനത്തോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കെ. താങ്ക്സ്. നാണമില്ലടാ ഇതൊന്ന് പറയാൻ. 10 പേരുണ്ടായിട്ട് ആ പീറച്ചെറുക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? ഇലക്ഷൻ ഇനി 1 മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങളകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയെ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്? സൂര്യനാരായണന്റെ ആൾക്കാർ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കൊടുക്കില്ല ഒക്കെ തെറ്റേരെ. നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാർ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തൊള്ളൂടാ. എങ്ങനെയാണ് അവൻ തിരിച്ചിവിടെ തന്നെ വന്നത്? അവൻ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മിയായ നമ്മുടെ മോൾ ഇറങ്ങി പോയതോടെ ഇപ്പൊ എന്തിയായിട്ട് ഒന്നും ശരിയാവത്തില്ല അല്ലേ സാറേ? ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയ മൂതേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്. അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലിക്കൊല്ലടാ അതിനെ. അയ്യോ എന്റെ ദൈവമേ, പപ്പി വേഗം പോ, വേഗം പോ, പോവാൻ. അയ്യോ അതിനെ ഒന്നും ചെയ്യലേടാ, എവിടെയാണ് പൊക്കോട്ടെ.
മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും നന്നാ വാങ്ങിച്ച് കഴിക്കരുത്. അഥവാ കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക. എന്താ നോക്ക്, അതാ നമ്മുടെ ബോർഡർ. അത് മാത്രം കിടക്കരുത്. ഓക്കെ? നിനക്കൊരു പേര് വേണമല്ലോ. അപ്പുറത്തേക്ക് പോകരുത്. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. ലോറിക്കടിയിൽ കയറിയെന്നോ? അയ്യോ, എന്തായാലും പറ്റിയോ? ഈ കൈ ഇടിച്ചോടാ. ഓ, നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർഗ സ്നേഹം കണ്ടില്ലേ? ഇവനെന്റെ ജീവനം. താങ്ക്സ് ബണ്ണി. ദൈവം ബണ്ണി അവിടെ എത്തിച്ചത്. താനെന്താ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. നീ അത് ഇതുവരെ ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നെന്തിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? എന്താടാ വരം കൊടുക്കുന്ന സായിബാബയെ പോലെ എന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണീന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്നോടാ. മിണ്ടരുടാ, നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട് എന്താടി എന്ത് പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യിൽ മധു വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേക്കുന്നേ? സോറി. സോറിന്നോ? നിന്റെ ചേട്ടൻ എത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ നിന്നുണ്ടാക്കും? ഫീസ് അടയ്ക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഹലോ അച്ഛമ്മേ. മധു, എന്താടാ? എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മേ 50,000 രൂപ വേണമായിരുന്നു. ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയോളല്ലേ നീ? പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നേ? നാണമില്ലേടി നിനക്ക്? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എന്റെ പണം വേണമല്ലേടി? വയ്ക്കടി ഫോൺ. ഇനി അവളോട് സംസാരിച്ചെന്നറിഞ്ഞാൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. വാ മധു, വാ വാ. മറ്റുള്ളവരെ പോലൊന്നല്ല എന്റെ ഡാഡി. ഡെഫിനറ്റ് ആയി ഹെൽപ്പ് ചെയ്യും. നീ വിഷമിക്കണ്ട, ഇരിക്കെ. നിനക്ക് എന്താടി പ്രാന്തുണ്ടോ? അതല്ല ഡാഡി, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുക. പ്ലീസ് ഡാഡി. എന്താടി രൂപ 1000-ഓ 2000-ഓ മറ്റോ ആണോ? മധു, താൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. താൻ ഇങ്ങനെ കരയുന്നത് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? 2-3 ദിവസമായിട്ട് കോളേജിൽ താൻ പോകുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാമോ? ഏയ്, എന്താ മധു ഇങ്ങനെയൊക്കെ പറയാമോ? നിനക്ക് എന്താ പറ്റിയത്? അതിന്റെ പേരില് പഠിത്തം നിർത്താമെന്നോ? പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലും നീ ചെയ്തത്? ഫീസ് എത്ര അടയ്ക്കേണ്ടത്? ബണ്ണി പറയും മധു. മൊത്തം 2 ലക്ഷം അടയ്ക്കേണ്ടത്. 2 ലക്ഷം?
ഈ സെമസ്റ്ററിൽ 3-ാം തീയതിക്ക് മുൻപ് 50,000 അടയ്ക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, മധു കോളേജിൽ പോ, ഞാൻ നോക്കട്ടെ. അല്ല ബണ്ണി, പറയും. ഇംപോസിബിൾ, നടക്കില്ല. സർ പ്ലീസ് സർ, എനിക്ക് കാശിന് അത്ര അത്യാവശ്യമുണ്ടോ സർ? എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഓടോ. സോറി സർ. സർ ഇത്തവണ എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ചെയ്യാം സർ. എന്ത് റിസ്ക് ആണെങ്കിലും ചെയ്യൂ? ചെയ്യാം സർ. എന്ത് തരണം? 2 ലക്ഷം വേണം സർ. വാട്ട്, 2 lakhs? അതെ സർ, അത്ര അത്യാവശ്യം. ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് 50,000 രൂപ കിട്ടിയേ പറ്റൂ സർ. പ്ലീസ് സർ. ഹലോ, 2 lakhs എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. നല്ലോണം കഷ്ടപ്പെടണം. എപ്പോ വിളിച്ചാലും വരണം. എന്ത് റിസ്ക് ആയാലും ചെയ്യണം. എന്താ ചെയ്യാമോ? ചെയ്യാം സർ. എഗ്രിമെന്റിൽ ഒപ്പിടേണ്ടി വരും. അതും ചെയ്യാം സർ. മധു, വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ് കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. അതല്ലടി, ഈ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ. ബണ്ണി വന്നിട്ട് അടയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ബണ്ണിയോ? നിനക്ക് ഇത്രയ്ക്ക് സെൻസ് ഇല്ലേ? 50,000 രൂപ അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ? മധുമതി തേടിയ 50,000. യെസ് മാഡം. ഫീസ് അടയ്ക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? സോറി മാഡം. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? ഹു ആർ യു മാൻ? ഹസ്ബൻഡാ. റിയലി? യാ. സോ സ്വീറ്റ്. ഡി ബണ്ണി ദേ. ബണ്ണി, ഏയ് ബണ്ണി. ബണ്ണി, നീ എന്താ ഇവിടെ? ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നാ. ഫീസ് അടച്ചെന്നേ. ഇത്രയും പണം? താൻ അതൊന്നും ചോദിക്കരുത്. വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. തന്റെ അടുത്ത സെമസ്റ്ററിലുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കേ വേണ്ട. ഹാപ്പി ആയില്ലേ? ഇതിനും താനിങ്ങനെ കരയ? അതെ, എപ്പോഴും താനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, എന്നാ ശരി. താങ്ക് യു. ആ ബണ്ണി, എങ്ങോട്ടാ പോകുന്നേ? ഫ്ലാറ്റിലേക്കാ. എന്റെ വണ്ടി പഞ്ചറായിരിക്കുക, ഞാനും കൂടെ വന്നോട്ടെ? പുലരും പുഞ്ചിരി അഴകേ, നീ എന്നോടെന്നും ഇഷ്ടം